നെതന്യാഹുവിനെ വിശ്വസിക്കാമെങ്കിൽ ട്രംപിനെയും വിശ്വസിക്കാം. ഇറാൻ യുദ്ധം എവിടെയോ നടക്കുന്ന എന്തോ സംഭവമല്ല. അത് നാം ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന പ്രാദേശിക വാർത്ത കൂടിയാണ്. അതിനെപ്പറ്റി ഒരേ കാര്യം പല മാധ്യമങ്ങൾ പലതരത്തിൽ നമ്മോട് പറയും. ചിലരത് ശുഭവാർത്തയായി അവതരിപ്പിക്കും, ചിലർ മോശം വാർത്തയായിട്ടും. യുദ്ധം വരുന്നു എന്ന് ചിലരുടെ തലക്കെട്ട്, യുദ്ധം തീരുന്നു എന്ന് വേറെ ചിലരുടെ തലക്കെട്ട്. പ്രശ്നം മാധ്യമങ്ങളുടേതാകണമെന്നില്ല. വാർത്ത സൃഷ്ടിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയാലും അങ്ങനെ സംഭവിക്കും. മെയ് 25 പത്രങ്ങൾ പറഞ്ഞത് എന്താണ്? ചിലർ പറഞ്ഞു പശ്ചിമേഷ്യ യുദ്ധം അന്ത്യത്തിലേക്ക് എന്ന്, കരാറിനരികെ എത്തിയെന്ന്, സമാധാനം അരികെ, ഇറാൻ US കരാർ ആസന്നമെന്ന് സൂചന. ഇതാ സമാധാനം എത്തി എന്ന് ഒരു കൂട്ടം മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ വേറെ ചിലർ പറഞ്ഞത് തടസ്സങ്ങളുണ്ട് എന്നാണ്. ചർച്ച നിർണായകമായ അവസാന ഘട്ടത്തിൽ പക്ഷേ ഭിന്നത തുടരുന്നു എന്ന്. സമാധാനം ഉടനെന്ന് ഒരു ഭാഷ്യം, ഇല്ല US മലക്കം മറിഞ്ഞെന്ന് മറ്റൊന്ന്. ശുഭവാർത്ത വരുന്നു എന്ന് മാർക്കോ റൂബിയോ, അത്ര വേഗം വേണ്ടെന്ന് ട്രംപ്. സമാധാന പ്രതീക്ഷ, പക്ഷേ യുദ്ധഭീതി. സമാധാന നീക്കം ഇസ്രായേൽ അട്ടിമറിച്ചെന്ന്. ഇങ്ങനെ ഒരേ കാര്യത്തെ പലതരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിന് കാരണം ട്രംപാണ്. ഒരു നിമിഷം ഒന്ന് പറയും, അടുത്ത നിമിഷം നേരെ എതിരും. തട്ടിപ്പും നുണകളും യോഗ്യതയാക്കിയ അദ്ദേഹം ലോകത്തെ ഏറ്റവും ശക്തനായ അധികാരിയാകുന്നത് 2ാം തവണയാണ്. ആദ്യ തവണ മുതലേ മാധ്യമങ്ങൾ ട്രംപിൻ്റെ നുണകൾ ശേഖരിച്ചു വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് 2017 ട്രംപ് നുണകൾ സമാഹരിക്കാൻ തുടങ്ങി. നുണ പട്ടിക വല്ലാതങ്ങ് നീണ്ടപ്പോൾ മതിയാക്കി. 2018 വാഷിംഗ്ടൺ പോസ്റ്റും എണ്ണാൻ തുടങ്ങി, വേഗം നിർത്തി. ഇപ്പോഴിതാ ചിലർ ആ സാഹസം വീണ്ടും തുടങ്ങുന്നു. ദിവസം 108 നുണയാണ് ട്രംപിൻ്റെ നടപ്പ് നിരക്കെന്ന് ഈ മാസം 23 ഒരു കണക്ക് പറയുന്നു. ഉറക്കമിളച്ചും സമൂഹ മാധ്യമത്തിൽ പാതിരാ പോസ്റ്റുകൾ ഇടുന്നു അദ്ദേഹം. സമൂഹ മാധ്യമം എന്നാൽ ട്രംപിൻ്റെ സ്വന്തം ട്രൂത്ത് സോഷ്യൽ. കഴിഞ്ഞ മാസം ദിവസം 18 എന്ന തോതിലായിരുന്നു പോസ്റ്റുകൾ. പ്രസിഡന്റിൻ്റെ പോസ്റ്റുകൾ എന്നാൽ ഗൗരവപ്പെട്ട സന്ദേശങ്ങൾ എന്നാവും നമ്മൾ കരുതുക. പക്ഷേ ട്രംപ് ഗൗരവപ്പെട്ടതും ഒപ്പം തനി തറ നിലവാരത്തിലുള്ളതും AI നിർമ്മിത തമാശകളുമൊക്കെ ഒരേ പ്രാധാന്യത്തോടെ പോസ്റ്റ് ചെയ്യും. ഏത് സാരം ഏത് നിസ്സാരം എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. He hammered out 16 posts in just 15 minutes. What online critics are now calling yet another episode of crazy posting, because this was far from the first time. It came complete with AI-generated images, attacks on political rivals, jabs at the Federal Reserve, and memes. ഏറ്റവും വലിയ ആഗോള പ്രതിസന്ധിയെപ്പോലും ട്രംപ് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. വ്യാജ വാർത്ത പരത്തി, നേരും നുണയും കലർത്തി മാധ്യമങ്ങളെയും ലോകരാജ്യങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചും വഴിതെറ്റിച്ചും. ട്രംപിൻ്റേത് കിറുക്കോ അതോ അതികൗശലമോ എന്ന് ചോദിക്കുന്നു പലരും. സ്വന്തം ചെറുപ്പത്തെ നോക്കി ആസ്വദിക്കുന്ന ആത്മരതി, രാഷ്ട്രീയ എതിരാളികൾക്ക് വൃത്തികെട്ട ശകാരം. അതിനിടക്ക് ഇറാനുമായി ചർച്ച ഭംഗിയായി നടക്കുന്നു എന്നും ഇതാ ധാരണയായി എന്നും. പറഞ്ഞത് മാറ്റി പറയൽ ഒരു കലയാക്കി വികസിപ്പിച്ചിട്ടുണ്ട് ട്രംപ്. ഇതാ സമാധാന കരാറായി എന്ന് പറഞ്ഞ് തൊട്ടു പിന്നാലെ അതിലത്ര തിടുക്കമൊന്നും അമേരിക്കയ്ക്കില്ലെന്ന പുതിയ ഒന്ന്. മാത്രമല്ല, വിപുലമായ ചർച്ച കഴിഞ്ഞ് ഇതാ ധാരണ എത്തി എന്ന് പറഞ്ഞ് തൊട്ടുടനെ ഇസ്രായേലി സമ്മർദ്ദത്തിൽ പിന്മാറ്റം അറിയിക്കുന്നു. എന്നിട്ട് ഇറാന് നേരെ വിടുന്ന ബോംബിൻ്റെ ചിത്രമിടുന്നു. വീണ്ടും ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് ഇറാനെ ആക്രമിക്കുന്ന പടം ഇടുന്നു. ഇറാന് അന്ത്യശാസനം നൽകലായിരുന്നു കലാപരിപാടിയിലെ ഒരിനം. ഒറ്റ ദിവസം സമയം തരുന്നു, പിന്നെ ആക്രമണം എന്ന് പറഞ്ഞ ശേഷം ആക്രമണം നീട്ടിയതായി അറിയിപ്പ്. അങ്ങനെ തുടർച്ചയായി 4 അന്ത്യശാസനം, 4 പിന്മാറ്റം. ഒറ്റ ദിവസം കൊണ്ട് നടത്തിയ കസർത്തിനെ പറ്റി ന്യൂയോർക്ക് ടൈംസ് എഴുതി, ഇതിലൊന്നും അതിശയിക്കേണ്ടതില്ല, വാക്കിന് വിലയില്ലാത്തവൻ എന്ന് സ്വയം തെളിയിച്ച ആളാണ് ട്രംപ്. യുദ്ധമെല്ലാം അവസാനിപ്പിക്കുകയാണ് താൻ ചെയ്യുക എന്ന് പലകുറി പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ടുണ്ട് അദ്ദേഹം. I am the candidate of peace. You're not going to have a war with me, and you're not going to have a third world war with me. That I can tell. There must also be a complete commitment to dismantling the entire globalist neocon establishment that is
perpetually dragging us into endless wars. We should have never gone into the Middle East. We should have never gone into the Middle East. Under my leadership, we will turn the page forever. We need to clean house of all of the warmongers and America last globalists and the deep state. I am the president who delivers peace. I was the first president in decades who didn't start a war. And I don't want to do anything bad to Iran. What would happen if we had a war? We won't. With me. No war with Iran. Our interest, I think, very much is in not going to war with Iran, right? ഇതൊക്കെ പാഴ്വാക്കാണെന്നും കരുതേണ്ട. ട്രംപിനും അമേരിക്കക്കും ഈ നുണകൾ ഒരു നിക്ഷേപമാണ്. അവ കേട്ട് ശത്രുക്കൾ ആശ്വസിക്കും. അവരുടെ ജാഗ്രത കുറയും. ഈ കാപ്പട്യം തിരിച്ചറിഞ്ഞതാണ് ഇറാന്റെ വിജയം. സന്ധി ചർച്ച നടക്കെ എല്ലാം ശരിയാകുന്നെന്ന അവസ്ഥയിൽ അമേരിക്ക നേരെ ഇറാനിൽ ചെന്ന് ബോംബിടുന്നു. ആക്രമണമല്ല, സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്ന് വിശദീകരണവും. എന്ത് സ്വയം രക്ഷ? ആയിരക്കണക്കിന് അപ്പുറം കിടക്കുന്ന അമേരിക്ക ഇറാനിലേക്ക് ചെന്ന് ആക്രമിക്കുന്നത് സ്വയം പ്രതിരോധമാണത്രേ. ട്രംപ് പറയുന്നത് ആര് കാര്യമാക്കും? അയാളുടെ നയതന്ത്രവും ചർച്ചയും വെറും കൗശലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ട്രംപിൻ്റെ വാക്കുകൾ കാര്യമാക്കാറില്ല. മാർച്ച് 21 ഇറാനോട് കീഴടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ ഇറാൻ അവഗണിച്ചു. എങ്കിൽ പിന്നെ മാർച്ച് 23 കീഴടങ്ങണം എന്നായി. അപ്പോൾ ഇറാൻ അതും അവഗണിച്ചു. പിന്നെ ഏപ്രിൽ 7 എന്നാക്കി. ഇറാൻ അതും കേട്ടില്ല. ഒടുവിൽ ട്രംപ് വെടിനിർത്തലിന് സമ്മതിച്ചു. Trump went on social media on March 6th and demanded Iran's unconditional surrender. He set a deadline, March 21st. Iran ignored it. He set another deadline, March 23rd. Iran ignored that too. Then April 7th came and went. And what happened? The US agreed to a ceasefire mediated by Pakistan. യുദ്ധം ജയിച്ചു എന്നാണ് വെടിനിർത്തൽ സമയത്ത് ട്രംപ് പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഇറാൻ്റെ സൈന്യത്തെ നശിപ്പിക്കുക, അവരുടെ ആണവശേഷി തകർക്കുക, അവിടെ ഭരണമാറ്റം വഴി US പാവയെ പ്രതിഷ്ഠിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഒന്നുപോലും നടന്നില്ല. The stated goals were straightforward: destroy Iran's nuclear program, degrade its military, and force the Iranian government to either surrender or collapse. 3 months later, none of that has happened. Iran did not collapse. Iran did not surrender. Its government is still standing. Its military is still fighting. And Iran is now sitting at the negotiating table not as a defeated country, but as a country that has leverage. ട്രംപിൻ്റെ കളികൾ വിചിത്രമാണെന്ന് തോന്നാം. പക്ഷേ അയാളെ കളിപ്പിക്കുന്നത് ആരെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങൾ. ട്രംപിൻ്റെ കളികൾ വിചിത്രമാണെന്ന് ഇപ്പോൾ അവ കരുതുന്നില്ല. കാരണം കളിപ്പിക്കുന്നത് ഇസ്രായേലാണ്, നെതന്യാഹുവാണ്. സയണിസ്റ്റ് താളത്തിനൊത്ത് ആനമയിലൊട്ടകം കളിക്കാൻ വിധിക്കപ്പെട്ട ട്രംപിൻ്റെ വാക്കിന് വിലയില്ലാതായതിൽ അത്ഭുതമില്ല. തെഹ്റാൻ ടൈംസിൻ്റെ കണക്കനുസരിച്ച് ഇറാനുമായുള്ള ഒത്തുതീർപ്പിൻ്റെ വക്കിൽ നിന്ന് 1ഉം 2ഉമല്ല 6 തവണ ട്രംപ് പിന്മാറിയിട്ടുണ്ട് മെയ് വരെ. കാരണം വേറെ എങ്ങും തിരയേണ്ട, നെതന്യാഹുവിൻ്റെ പിടിയിലാണ് അയാൾ. ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിൽ യുദ്ധം നിർത്താൻ തന്നെ തീരുമാനിച്ച ട്രംപിനെ കൊണ്ട് ഇപ്പോൾ മറ്റൊരു കളി കളിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഗസയും വെസ്റ്റ് ബാങ്കും ലെബനാനും സിറിയയും എല്ലാം വിശാല ഇസ്രായേലിൻ്റെ ഭാഗമാകണമെന്ന് സയണിസ്റ്റുകൾ തീരുമാനിച്ചതാണ്. അതിലേക്ക് കരുനീക്കാൻ അവർ ഉപയോഗിക്കുന്നത് പണ്ടേ വിധേയത്വം തെളിയിച്ച ട്രംപിനെ. അങ്ങനെ ഒത്തുതീർപ്പിന് ധൃതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാന കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു. അമേരിക്കക്ക് ഈ യുദ്ധം ജയിക്കാനാകില്ലെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടതാണ്. ട്രംപിനോട് സ്വന്തം സൈനിക മേധാവികൾ പറഞ്ഞതുമാണ് അത്. എന്നിട്ടും ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ട്രംപിനെ ഒത്തുതീർപ്പിൻ്റെ വക്കിൽ നിന്ന് ചില ശക്തികൾ പിൻവലിക്കുന്നു. വലിയ തർക്കങ്ങളുടെ കാര്യം പിന്നീട് നോക്കാം എന്ന നിലപാട് പൊടുന്നനെ മാറുന്നു. നടക്കില്ലെന്ന് ഉറപ്പുള്ള പുതിയൊരു ഉപാധി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന അബ്രഹാം കരാറിൽ ഒപ്പുവെക്കണം എന്ന്. അബ്രഹാം കരാറിനെ ഇതിൽ എടുത്തിട്ടത് അമേരിക്കയല്ല, അമേരിക്കയ്ക്ക് വേണ്ടിയുമല്ല എന്ന് വ്യക്തം. ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയായതുകൊണ്ടുമല്ല ട്രംപ് യുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ട്രംപിന് 25 കോടി കാരണങ്ങളുണ്ടെന്ന് പറയുന്നു CIA-യിലും US വിദേശകാര്യ വകുപ്പിലും ഉദ്യോഗസ്ഥനായിരുന്ന ലാറി ജോൺസൺ. എന്താണ് ഈ 25 കോടി കാരണങ്ങൾ? തീവ്ര സയനിസ്റ്റായ അമേരിക്കക്കാരി മിറിയം ആഡൽസൺ ട്രംപിന് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ സംഭാവനയാണത്.
$25 കോടി. ട്രംപ് സർക്കാരിലെ ഒട്ടെല്ലാ ആളുകളും ഇസ്രായേലിൻ്റെ പറ്റുകാരാണ്. ഇസ്രായേൽ ലോബിക്ക് വിധേയർ. ട്രംപിന് യുദ്ധവും ഒരു കച്ചവടമാണ്. ഇറാനുമായി സമാധാന കരാർ പ്രഖ്യാപിക്കുമ്പോഴും പിന്നീട് പിന്മാറ്റം പ്രഖ്യാപിക്കുമ്പോഴും എല്ലാം ആയുധ കമ്പനികളുടെ അടക്കം ഓഹരികൾക്ക് വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഈ ചാഞ്ചാട്ടങ്ങളിൽ നിന്നും ട്രംപിൻ്റെ കമ്പനികൾ വൻതോതിൽ അവിഹിത ലാഭം ഉണ്ടാക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Now, the BBC has found a pattern of spikes in trades and financial markets ahead of public announcements by US President Donald Trump, including during the Iran war. It's raised suspicions of insider trading, whereby bets are made by people based on information that is not available to the general public. യുദ്ധം എങ്ങനെ കലാശിക്കുമെന്ന് വ്യക്തമല്ലെങ്കിലും അമേരിക്കയുടെ വാക്കിന് വിലയില്ലെന്ന് വ്യക്തമായി. നെതന്യാഹുവിന് വിശാല ഇസ്രായേൽ പാതയിലെ തടസ്സങ്ങൾ നീക്കണം. ട്രംപിന് അധികാരവും പണവും നിലനിർത്തണം. ഇറാഖിൽ എന്ന പോലെ ഇറാനിലും കള്ളക്കഥകൾ പറഞ്ഞ് ഇറങ്ങിയ ട്രംപിൻ്റെ തനി നിറം മാധ്യമങ്ങളെങ്കിലും തുറന്നു കാട്ടുമോ? ഇറാഖിനെ പറ്റി അമേരിക്ക പറഞ്ഞ നുണകൾ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിരുന്നല്ലോ. ഇറാനിലും ആ തെറ്റ് ആവർത്തിക്കുകയാണോ? UN അടക്കം സാക്ഷ്യപ്പെടുത്തിയതാണ് ഇറാന് ആണവായുധമില്ലെന്ന്. മാധ്യമങ്ങൾക്കും അതറിയാം. ഇറാഖ് യുദ്ധത്തിൽ US ഭരണകൂടത്തെ പിന്തുണച്ച മാധ്യമപ്രവർത്തകനാണ് ടക്കർ കാൾസൺ. പിന്നീട് നേരിട്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ട്രംപ് അനുകൂലിയായിരുന്ന അദ്ദേഹം ഇന്ന് ട്രംപ് വിരുദ്ധനാണ്. ഇറാഖ് യുദ്ധകാലത്ത് നുണകൾക്ക് ഉച്ചഭാഷിണിയായിരുന്നു മാധ്യമങ്ങൾ. ഇറാൻ യുദ്ധത്തെ പലരും അനുകൂലിക്കുന്നില്ല. എന്നാൽ ഏറ്റവും പ്രചാരമുള്ള ഫോക്സ് ന്യൂസും മറ്റും ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും കള്ളങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. Because we've had very big discussions with Iran. The entire country can be taken out in one night. I put it off for a little while, hopefully maybe forever, but possibly for a little while. The question that American journalists do not ask often enough is the same one they missed in 2003 about Iraq. Does Iran really represent a threat to the US or its ally, Israel? Another question those reporters should ask of themselves and the news networks they work for is, have they helped pave the US military's way to Tehran the way they did in 2003 to Baghdad? അൽ ജസീറയുടെ റിച്ചർഡ് ഗിസ്ബർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഇറാഖിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഇറാൻ്റെ കാര്യത്തിലും ഭരണകൂടത്തിൻ്റെ കള്ളവാദങ്ങളെ ശരിയായി ചോദ്യം ചെയ്യാൻ ഇപ്പോഴും അമേരിക്കൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. യുദ്ധം നിലയ്ക്കുമോ അതോ വ്യാപിക്കുമോ? അമേരിക്കയുടെ ദുഷ്കൃത്യങ്ങൾക്ക് അറുതിയുണ്ടാകുമോ? ട്രംപിൻ്റെ ഭ്രാന്ത് ശമിക്കുമോ? പറയാറായില്ല. പക്ഷേ ചില മാധ്യമങ്ങളെങ്കിലും സംഘർഷം മൂർച്ഛിപ്പിക്കാൻ പണിയെടുക്കുന്നുണ്ട്. ഇത് ജെറൂസലം പോസ്റ്റ്. സമാധാന കരാർ അടുത്ത് എന്ന വാർത്ത വന്ന മെയ് 5-ന് ആ ഇസ്രായേലി പത്രത്തിൻ്റെ മുൻ പേജിലെ തലക്കെട്ടുകൾ: സമാധാനത്തിലേക്ക് തിടുക്കമില്ല, ഹുർമുസ് ഉപരോധം തുടരും, ട്രംപ് സന്തോഷപൂർവ്വം മുഖ്യ തലക്കെട്ട്. കരാറും മറ്റും സഹായിക്കുക ഇറാനിലെ കൊലയാളി ഭരണകർത്താക്കളെയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇതിൽ ലാഭമോ നഷ്ടമോ? സമാധാന കരാറിന് പ്രധാനമന്ത്രി സമ്മതിച്ചാൽ അത് ആപത്താകുമെന്ന് രാഷ്ട്രീയ നേതാവ്. കരാർ ഇറാനെ സഹായിക്കുമെന്നല്ലാതെ ഭീഷണി ഇല്ലാതാക്കില്ലെന്ന് മറ്റൊരു തലക്കെട്ട്. ആഗോള മാധ്യമങ്ങൾ ഇറാഖ് നുണ ഏറെ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ ഇറാനെ പറ്റിയുള്ള നുണയും തിരിച്ചറിയുന്നു. പക്ഷേ വാർത്താലോകത്തെ അലിഖിതമായ വംശീയത ഇറാൻ്റെ പക്ഷം മനസ്സിലാക്കുന്നതിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും അവരെ തടയുന്നുണ്ട്.